ഡിസംബർ 20 തിയേറ്ററിലൂടെ റിലീസാകാൻ പോകുന്ന ഹനീഫ് അദാനിയുടെ സംവിധാനത്തിൽ ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി വന്ന് തിയേറ്ററിലൂടെ പുറത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മാർക്കോ. അപ്പോൾ മാർക്കോ എന്ന് പറയുന്ന ചിത്രം കാണുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 2019 ഹനീഫ് അദാനിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമായി വന്ന് ഉണ്ണി മുകുന്ദൻ, സിദ്ദിഖ് തുടങ്ങിയ ഒരു ഒട്ടേറെ കഥാപാത്രങ്ങൾ അണിനിരന്ന ഒരു ചിത്രമായിരുന്നു മിഖായേൽ. അന്നത്തെ ഒരു വൻ തോൽവി പടമായിരുന്നു, ഫ്ലോപ്പ് ചിത്രമായിരുന്നു മിഖായേൽ എന്ന് പറഞ്ഞ ചിത്രം. ആ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായ ജൂനിയർ മാർക്കോ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിൻ്റെ ഒരു സ്പിൻ ഓഫ് കഥ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും തന്നെ ഒന്ന് അതിശയിച്ചു. കാരണം ഒരു ഫെയിലായിപ്പോയ സിനിമയുടെ ഒരു വില്ലൻ കഥാപാത്രത്തിനെ, അതും നായകൻ കഥാപാത്രം കൂടിയല്ല, വില്ലൻ കഥാപാത്രത്തിൻ്റെ ഒരു സ്പിൻ ഓഫ് ചിത്രം വരുന്നു. തുടർന്ന് ചിത്രത്തിന് കിട്ടിയൊരു ഹൈപ്പിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. മാർക്കോ എന്ന് പറയുന്ന ചിത്രം എത്രത്തോളം ഹൈപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. കാരണം മലയാള സിനിമയിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലുള്ള എല്ലാ ഭാഷയിലുള്ള ആൾക്കാരും ഒന്നടങ്കം നോക്കിയിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. കാരണം ടെക്നീഷ്യൻസ് വൈസ് ആണെങ്കിലും അതിൻ്റെ ഒരു ടീസർ വന്നിരുന്നു. ആ ടീസറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഗംഭീര സാധനമായിരുന്നു. ഞെട്ടിപ്പോയി. ഇത്തരത്തിലുള്ള ഷോട്ടുകൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തെന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ സ്റ്റണ്ണായിപ്പോയി. കാരണം മലയാള സിനിമയിൽ ഇത്ര വയലൻ്റ് ആയിട്ടുള്ള ചിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ള ലെവലിൽ തന്നെയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമ കൂടിയാണ് ഈ 2024 എന്ന് പറയുന്ന മനോഹരമായൊരു വർഷത്തിൻ്റെ മലയാള സിനിമയെ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ മികച്ചൊരു വർഷമായിരുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. അപ്പോൾ ഈ വർഷം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു വലിയൊരു വിസ്ഫോടനം തന്നെ തിയേറ്ററിലേക്ക് ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു കഥയും കഥാസന്ദർഭവും ഒരു ക്യാരക്ടറുമാണ് മാർക്കോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. എന്നാൽ പടത്തിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പം സ്റ്റിൽ മാർക്കോ ഇസ് ദി ടോപ്പ് ഫേവറേറ്റ് അല്ലെങ്കിൽ ടോപ്പ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ഇൻ ദി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് പ്രതീക്ഷയുള്ളൊരു പ്രൊജക്റ്റ് തന്നെയാണ് മാർക്കോ എന്ന് പറയുന്ന ചിത്രം. ഇനി മിഖായേൽ സിനിമ കണ്ടിട്ടില്ലാത്തവരാണ്, നിങ്ങൾക്ക് മാർക്കോ ആരാണ് എന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, മിഖായേൽ സിനിമയിലെ ജോർജ് പീറ്റർ എന്ന് പറയുന്ന, സിദ്ദിഖ് അവതരിപ്പിച്ച ജോർജ് പീറ്റർ എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ അനിയൻ കഥാപാത്രമാണ് മാർക്കോ ജൂനിയർ എന്ന് പറയുന്ന ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ച കഥാപാത്രം. അപ്പോൾ ഇവരുടെ ഒരു അച്ഛനുണ്ട്. അച്ഛൻ ഇവരെക്കാൾ വലിയൊരു ഗാങ്സ്റ്റർ ആയിരുന്നു എന്നും ഒരു വില്ലാളി വീരനായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു നെക്സ്റ്റ് ജനറേഷനായിട്ട് വരുന്ന ആളാണ് ജോർജ് പീറ്റർ, അതുപോലെ തന്നെ മാർക്കോ ജൂനിയർ, ഉണ്ണി മുകുന്ദനും സിദ്ദിഖും. അപ്പോൾ ഇവരുടെ ഒരു വിളയാട്ടം നമ്മൾ ആ മിഖായേൽ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ നല്ല രീതിയിൽ കണ്ടിരുന്നു. സിദ്ദിഖിൻ്റെ കഥാപാത്രമായിട്ടൊരു വില്ലനിസം, ഗംഭീരമായിട്ടൊരു സൈക്കോ കഥാപാത്രമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു. എന്നാൽ സിനിമ ടോട്ടലി നോക്കുമ്പോൾ വർക്കൗട്ട് ആവാത്ത കാരണമാണ് ഇതെല്ലാം ഇരുന്നു പോയത്. പക്ഷേ എന്തുകൊണ്ട് ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ അതിനൊരു സ്പിൻ ഓഫ് ഉണ്ടായി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റൈലിഷ് വില്ലനെ കുറച്ച് നാളായിട്ട് മലയാള സിനിമയിൽ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു സ്റ്റൈലിഷ് വില്ലൻ തന്നെയായിരുന്നു മാർക്കോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിംഗ് സ്റ്റൈൽ ആകട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു സംസാര രീതി ആകട്ടെ, ഡ്രസ്സിങ് സെൻസ് ആകട്ടെ, ഇതെല്ലാം ഒരു കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിന്നു. സാധാരണ കാണുന്ന വില്ലന്മാരെക്കാളും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിന്നു. ആ ഒരു ജനപ്രീതി നേടിയതുകൊണ്ട് തന്നെ ആവാം ആ ഒരു ക്യാരക്ടറിനൊരു സ്പിൻ ഓഫ് വേണമെന്ന് ഇവർ തീരുമാനിക്കുന്നത്. അതുകൂടാതെ മിഖായേൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഈ ക്യാരക്ടർ ഹിറ്റാവാൻ കാരണം അതിൻ്റെ അകത്ത് വന്ന കുറേ ഡയലോഗ്സ് ആണ്. തീട്ടവർത്താനമാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഞങ്ങൾ തിയേറ്ററിൽ ഈ മിഖായേൽ എന്ന് പറഞ്ഞ സിനിമ 2019 ഇറങ്ങുമ്പോൾ ഞാൻ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കണ്ട ആളാണ്. നല്ല ഹൗസ്ഫുൾ ഷോ ആയിട്ട് കണ്ട. കാരണം നിവിൻ പോളിയോടുള്ളൊരു ക്രൈസ് ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ പുള്ളി ഗംഭീര പടം നൽകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോയിരിക്കുകയും നിരാശപ്പെട്ട് തിരിച്ചു വരികയും ചെയ്തതാണ്. പക്ഷെ ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് മാസ് ഡയലോഗ് പറയുന്ന ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ എന്ന് പറയുന്ന കഥാപാത്രം തീട്ട ഡയലോഗായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് പറഞ്ഞു വായെടുത്ത് മുളച്ച ആ സെക്കൻഡ് തീട്ട വർത്തമാനം മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിച്ച് എന്തിനാണ് ഇങ്ങനെ ഡയലോഗ്സ് എഴുതുന്നത്? നമ്മളൊരു പ്രതീക്ഷിക്കുന്ന വേറൊരു സാധനം പ്രതീക്ഷിക്കുമ്പോൾ അവിടെ നമ്മൾ ചിരിപ്പിച്ച് വിടുമായിരുന്നു. കാരണം ആ ഒരു രീതിയിലും കൂടി ഇത് ആൾക്കാരുടെ ഇടയിലേക്ക് കയറി എന്നാണ് എനിക്ക് തോന്നുന്നത്. തിന്നിടത്തല്ലേ തുറന്ന് തീട്ടം പരിശോധിക്കാൻ വന്ന വയറ്റിലുള്ള തീട്ടത്തിൻ്റെ ബലത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോണേ. എന്തായാലും അത്തരത്തിലുള്ള ഡയലോഗ്സ് ഒന്നും ഈ സിനിമയിലേക്ക് വരാതിരിക്കട്ടെ. എനിക്ക് എന്തായാലും അരോചകമായിട്ടാണ് തോന്നി. കാരണം ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു മാറ്റർ സംസാരിക്കുമ്പോൾ അത് ഒന്നിൽ കൂടുതൽ തവണയാകുമ്പം നമുക്ക് ഒരു അരോചകമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതുപോലെ ഈ സിനിമയിലും മാർക്കോയിലും അതുപോലത്തെ ഒരു ഡയലോഗ് സാധനങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ആ പറഞ്ഞത് തീട്ടവർത്തനമാണെന്നുണ്ടെങ്കിലും പറയുന്ന ഒരു ഡയലോഗ് ഡെലിവറിയും സൗണ്ട് മോഡുലേഷനും ഉണ്ട്. അത് മാർക്കോയ്ക്ക്
സൂപ്പറായിരുന്നു. മിഖായലും മാർക്കോയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിഖായൽ എന്ന് പറയുന്നൊരു കഥ നടക്കുന്നതിന് മുമ്പ് നടക്കുന്നൊരു കഥയായിരിക്കാം മാർക്കോ എന്ന് പറയുന്ന സിനിമ. കാരണം മിഖായൽ എന്ന് പറയുന്ന സിനിമയിൽ തന്നെ ജോർജ് പീറ്ററും അതുപോലെ തന്നെ മാർക്കോയും മരിച്ചു പോകുന്നതായിട്ടാണ് ഇതിൻ്റെ അത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പുള്ളൊരു കഥ തന്നെ കാണിക്കാനാണ് സാധ്യത കൂടുതൽ. പിന്നെ ഈ മിഖായൽ എന്ന് പറയുന്ന സിനിമയിൽ തന്നെ മാർക്കോ ജൂനിയർ എന്നാണ് ഉണ്ണിമൂന്നിനെ വിളിക്കുന്നത്. ഈ സിനിമയുടെ ടൈറ്റിൽ എവിടെയും ജൂനിയർ എന്ന് പറയുന്ന ഒരു സാധനം കാണിക്കുന്നില്ല. ഒരു പക്ഷേ മാർക്കോ എന്നിട്ടിട്ട് സിനിമയിൽ ചിലപ്പം മാർക്കോ ജൂനിയർ എന്ന് പറഞ്ഞ് വിളിപ്പിക്കാനായിരിക്കും ഇവർ ശ്രമിക്കുന്നത്. എന്തായാലും എങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ ഇവൻസുകളുമായിട്ട് ഈ മിഖായൽ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സ്റ്റോറി ലൈനുമായിട്ട് കണക്ട് ചെയ്യുമോ അതോ ചെയ്യത്തില്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് 20-ാം തീയതി അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും അങ്ങനെയുള്ളൊരു പ്ലോട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതിനൊരു അഡ്വാൻറ്റേജ് എന്നായി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിഖായൽ എന്ന് പറഞ്ഞ സിനിമയിലെ ഡ്രസ്സിങ്, ഈ ഉണ്ണിമൂന്നിന് കൊടുത്ത ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഒരു സ്റ്റൈലിഷ് സാധനമായിരുന്നു, ഒരു ഹോളിവുഡ് ടച്ചോട് കൂടിയൊരു സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കോ എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂംസ് വരുമ്പോൾ തന്നെ നമുക്കൊരു കൺവിൻസിങ് ആയിട്ട് തോന്നി. കാരണം ഓക്കെ, ഈ ക്യാരക്ടർ ഈ ഡ്രസ്സാണ് ഇടുക, അല്ലെങ്കിൽ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് എടുക്കുന്ന, ഇപ്പോൾ 2019 എടുത്തൊരു സിനിമ, അതിൻ്റെ ഒരു സ്പിൻ ഓഫ് വരുന്നത് 2024. അപ്പോൾ ഈ ടൈം പീരീഡ് ഇടയിൽ ഒരുപാട് ടെക്നോളജി അപ്പായി. അപ്പം പുതിയ ആൾക്കാർക്ക് കാണാൻ വേണ്ടി കുറച്ച് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ചെയ്ത് വെക്കുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോഴത്തെ വേറെ സിനിമാക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ അത് സ്യൂട്ടായിട്ട് തോന്നി. ഇടുന്ന കോസ്റ്റ്യൂം ആണെങ്കിൽ ആ സിനിമയിലെ അദ്ദേഹം കുറച്ച് മോഡേൺ ആണ്. സോ ഇവിടെയും സൂപ്പറായിട്ട് അത് വർക്കൗട്ട് ആകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മെർജായി പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ചന്തു സെൽവരാജാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ നല്ല ഷോട്ടുകൾ കാണാൻ സാധിച്ചു, നല്ല ഷോട്ടുകൾ കാണാൻ സാധിച്ചു. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് എനിക്ക് ഒരു വല്ലാത്ത ഇംപ്രഷൻ തന്നെയാണ് ടീസർ കണ്ടപ്പോൾ നൽകിയത്. ഷമീർ മുഹമ്മദാണ് ഇതിൻ്റെ എഡിറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ സിനിമ മിഖായൽ എന്ന് പറയുന്ന സിനിമ എടുത്ത ഗോപി സുന്ദർ ആയിരുന്നു മ്യൂസിക് ഡയറക്ടർ എങ്കിൽ, ഇവിടെ വരുമ്പോൾ രവി ബസൂറാണ്. നമ്മുടെ KGF-ൻ്റെ അതുപോലെ തന്നെ സലാർ, അങ്ങനെ വലിയ ബഡ്ജറ്റ് സിനിമകൾ മാത്രം ചെയ്യുന്ന രവി ബസൂറാണ്. രവി ബസൂറിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കുമ്പോൾ KGF-ന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സലാറിന് ശേഷം ഒരു ഗംഭീര വർക്കെന്നൊന്നും പറയാനില്ല. എന്നാലും മാർക്കോയിലെ സാധനം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, അതുപോലെ തന്നെ ഡാപ്സി കുറേ പ്രശ്നങ്ങൾ, അത് കുന്തം കുറച്ചൊക്കെ വന്നു. ആ പാട്ട് ബ്ലഡ് സോങ്ങും ഗംഭീരമായിട്ട് തന്നെ വർക്കൗട്ടുമായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ സിനിമ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്, എവിടെയൊക്കെയോ കുറേ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ആ പ്രതീക്ഷയൊന്നും മോശമായി തീരാതെ നല്ല രീതിയിൽ തന്നെ ഒരു ഔട്ടായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഒരുപാട് പ്രതീക്ഷ നൽകുന്ന സിനിമകളെല്ലാം തിയേറ്ററുകളിൽ വൻ പരാജയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. മലയാളത്തിൽ നിന്ന് അങ്ങനൊരു നിരാശ നമ്മളിലേക്ക് ഉണ്ടാക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അവരുടെ ടീമിനെ ഞാൻ നേരുകയാണ്. ഹനീഫ് അദാനിയെ അത്ര എനിക്ക് വിശ്വാസമില്ല, എന്നാൽ കൂടി മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൗഢി തിരിച്ചു പിടിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇരിക്കുന്നത്. എക്സ്പെക്റ്റ് ചെയ്യാം. എന്തായാലും സിനിമ ഇറങ്ങുന്ന സമയം തന്നെ കാണാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. കുറച്ച് തിരക്കെനിക്ക് ആ സമയത്തുണ്ട്, എന്നാലും ഞാൻ അതിൻ്റെ പിറ്റേ ദിവസമായിട്ടാണെങ്കിലും എന്തായാലും ഞാൻ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളോട് അഭിപ്രായം പറയുന്നതായിരിക്കും. സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം, ഒരു പ്രതീക്ഷ എന്തൊക്കെയാണെന്നുള്ളത്, എക്സ്പെക്റ്റേഷൻ എന്താണെന്നുള്ളത് നിങ്ങളും അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.